ഹായ്, എല്ലാവർക്കും കർമ്മ സയൻസിൻ്റെ ഓൺലൈൻ ക്ലാസ്സുകളിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസിലെ ഫംഗ്ഷൻസ് 1 and ഫംഗ്ഷൻ 1 to ഫംഗ്ഷൻ വരെയാണ് പറഞ്ഞു നിർത്തിയത്. അപ്പോൾ ഫംഗ്ഷൻസിലെ അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. ഫംഗ്ഷൻസിലെ അടുത്ത ടോപ്പിക്കാണ് കോമ്പോസിഷൻ ഓഫ് ഫംഗ്ഷൻസ് ആൻഡ് ഇൻവെർട്ടിബിൾ ഫംഗ്ഷൻസ്. അപ്പോൾ അടുത്ത ടോപ്പിക് എന്താണ്? കോമ്പോസിഷൻ ഓഫ് ഫംഗ്ഷൻസ് ആൻഡ് ഇൻവെർട്ടിബിൾ. അതായത് ആദ്യമേ കോമ്പോസിഷൻ ഓഫ് ഫംഗ്ഷൻസ് എന്താണെന്ന് പറയാം. ഇതിനു വേണ്ടി ഞാൻ 3 സെറ്റുകൾ കൺസിഡർ ചെയ്യുകയാണ്. എ, ബി, സി എന്ന് പറഞ്ഞാൽ 3 സെറ്റുകൾ കൺസിഡർ ചെയ്യുന്നു. ഇതില് എയിൽ നിന്ന് ബിയിലേക്ക് ഞാൻ ഡിഫൈൻ ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ ആണ് എഫ് എന്ന് പറയുന്നത്. ഇനി ബിയിൽ നിന്ന് സിയിലേക്ക് ഞാൻ ഡിഫൈൻ ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ ആണ് ജി എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് എഫ് എ ഫംഗ്ഷൻ ഫ്രം എ ടു ബി ആൻഡ് ജി ഈസ് എ ഫംഗ്ഷൻ ഫ്രം ബി ടു സി. എയിൽ നിന്ന് ബിയിലേക്കുള്ള ഫംഗ്ഷൻ ആണ് എഫ് എന്ന് പറയുന്നത്. അതേപോലെ ബിയിൽ നിന്ന് സിയിലേക്ക് ഡിഫൈൻ ചെയ്യുന്ന ഫംഗ്ഷൻ ആണ് ജി എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എയിൽ നിന്ന് സിയിലേക്ക് എനിക്ക് ഡിഫൈൻ ചെയ്യാൻ കഴിയുന്ന സെറ്റിനെയാണ് എന്ത് വിളിക്കുന്നത്? കോമ്പോസിഷൻ ഓഫ് ഫംഗ്ഷൻസ് വിളിക്കുന്നത്. അപ്പോൾ ആ കോമ്പോസിഷൻ എന്ന് പറയുന്നത് എഫ് എന്നുള്ള ഫംഗ്ഷനും ജി എന്നുള്ള ഫംഗ്ഷനും കൂടെ ചേർന്നല്ലേ. സോ ഈ ഫംഗ്ഷൻ ഡിനോട്ട് ചെയ്യുന്നത് ജി കോമ്പോസിഷൻ എഫ് എന്ന് എഴുതും. ആ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടോ? ജി ഇടയ്ക്ക് ചെറിയൊരു 0 പോലെ ഇട്ടിട്ട് എഫ്, വായിക്കേണ്ടത് ജി കോമ്പോസിഷൻ എഫ്. അപ്പോൾ if f is a function from a to b and g is a function from b to c, then we can define a function from a to c such that g composition f from a to c such that g composition f of x. ഒരു ഫംഗ്ഷൻ നമ്മളൊരു വേരിയബിൾ കൂടെ കാണുമല്ലോ. ഇപ്പം എഫ് ആണെങ്കിൽ എഫ് ഓഫ് എക്സ് എഴുതും, ജി ആണെങ്കിൽ ജി ഓഫ് എക്സ് എഴുതും. അപ്പൊ ജി കോമ്പോസിഷൻ എഫിനെ നമുക്ക് ജി കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ് എഴുതാം. ഇതിന്റെ ഡെഫിനിഷൻ ആണ് പറയാൻ പോകുന്നത്. ജി കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ജി ഓഫ് എഫ് ഓഫ് എക്സ്. അപ്പൊ കോമ്പോസിഷൻ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 0 മാറ്റിയിട്ട് 18 കൊടുത്താൽ ഒരു ബ്രാക്കറ്റ് ഉണ്ട്. അപ്പൊ ഇതാണ് ഡെഫിനിഷൻ. അപ്പൊ ഇങ്ങനെയാണെങ്കിൽ ഇത് വരും എഫ് കോമ്പോസിഷൻ ജി ഓഫ് ഐ എന്ന് പറഞ്ഞ ഡെഫിനിഷൻ എന്തായിരിക്കും? എഫ് കോമ്പോസിഷൻ ജി ഓഫ് ഐ എന്ന് പറഞ്ഞ ഡെഫിനിഷൻ എഫ് ഓഫ് ജി ഓഫ് ഐ. കോമ്പോസിഷൻ മാറ്റിയിട്ട് ഒരു ബ്രാക്കറ്റ് ഇട്ട് കൊടുത്താൽ മതി. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? അതിന്റെ ഡെഫിനിഷൻ കിട്ടും. അപ്പൊ ഇതാണ് കോമ്പോസിഷൻ ഓഫ് ഫംഗ്ഷൻ. അപ്പൊ കോമ്പോസിഷൻ എന്താണ് ഉദ്ദേശിക്കുന്നത്? 3 സെറ്റുകൾ എ ബി സി. എയിൽ നിന്ന് ബിയിലേക്കുള്ള സെറ്റ് എഫും ബിയിൽ നിന്ന് സിയിലേക്കുള്ള സെറ്റ് ജിയും ആണെങ്കിൽ എയിൽ നിന്ന് സിയിലേക്ക് ഡയറക്റ്റ് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ കഴിയുന്ന സെറ്റിനെയാണ് കോമ്പോസിറ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പം എഫും ജിയുടെയും കൂടെ കോമ്പോസിറ്റ് ആയതുകൊണ്ട് നമ്മൾ ജി കോമ്പോസിഷൻ എഫ് എന്ന് എഴുതും. ബൈ ഡെഫിനിഷൻ ജി കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ജി ഓഫ് എഫ് ഓഫ് എക്സ്. ഇനി ഇത് എങ്ങനെയാണ് നമുക്കൊരു പ്രോബ്ലം ആയിട്ട് വരുന്നത്? അല്ലെങ്കിൽ ഇതിന് എന്താണ് ഇൻവേഴ്സൽ ആപ്ലിക്കേഷൻ? നമ്മുടെ ഫംഗ്ഷന്റെ ബാലൻസ് ആണ് വരുന്നത് കേട്ടോ. അപ്പൊ എന്ത് ഫംഗ്ഷൻസ് എങ്ങനെയൊക്കെ യൂസ് ചെയ്യുന്നുള്ളത് നമുക്ക് നോക്കാം. ഇപ്പൊ ഇതിന്റെ ഡെഫിനിഷൻ ആണ് പറഞ്ഞത്. നമുക്ക് ആദ്യം ഇവിടുത്തെ ഒരു ഡയറക്റ്റ് പ്രോബ്ലം നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്. ലെറ്റ് എഫ് ഫ്രം സെറ്റ് 2 3 4 5 to എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ സെറ്റ് 2 3 4 5 നിന്ന് സെറ്റ് 3 4 5 9ലേക്കാണ്. അതേപോലെ ജി എന്ന് പറഞ്ഞ ഫംഗ്ഷൻ സെറ്റ് 3 4 5 9ൽ നിന്ന് 7 11 15ലേക്കാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. The functions defined as f of 2 is equal to 3, f of 3 is equal to 4, f of 4 is equal to f of 5 is equal to 5. Then g of 3 is equal to g of 4 equal to 7 and g of 5 equal to g of 9 is equal to 11. ചോദ്യം ഫൈൻഡ് ജി കോമ്പോസിഷൻ എഫ്. ഇതാണ് ചോദ്യം. ജി കോമ്പോസിഷൻ എഫ് കണ്ടുപിടിക്കാനാണ് ചോദ്യം. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഈ ജി കോമ്പോസിഷൻ എഫ് കണ്ടുപിടിക്കാൻ നോക്കാം. അത് നോക്കിയോ. എഫ് എന്ന് പറയുന്നത് 2 3 4 5 നിന്ന് 3 4 5 9ലേക്ക്, ജി എന്ന് പറയുന്നത് 3 4 5 9 നിന്ന് 7 11 15ലേക്ക്. അങ്ങനെയാണെങ്കിൽ ജി കോമ്പോസിഷൻ എഫ് ഡിഫൈൻ ചെയ്യുന്ന എങ്ങോട്ടായിരിക്കും? നമ്മൾ പറഞ്ഞു നോക്ക്. ഇവിടെ നിന്ന് ഇങ്ങോട്ട്. ഇത് എ, ഇത് ബി. ആ ബി തന്നെയാണ് ഇരിക്കുന്നത് സി. എയിൽ നിന്ന് ബിയിലേക്ക് എഫ്, ബിയിൽ നിന്ന് സിയിലേക്ക് ജി. അങ്ങനെയാണെങ്കിൽ എഫിൽ നിന്ന് എയിൽ നിന്ന് സിയിലേക്ക് പോകുന്നതിന്റെ ജി കോമ്പോസിഷൻ എഫ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ജി കോമ്പോസിഷൻ എഫ് ആൻസർ ആണ്
ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഫ്രം എവിടെ നിന്ന് എങ്ങോട്ടാണ്? സെറ്റ് 2 3 4 5 നിന്ന് സെറ്റ് 7 11 15ലേക്കാണ്. അതായത് നമ്മൾ ജി കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് അവിടെ എക്സിന് കൊടുക്കുന്ന വാല്യൂ 2 3 4 5 ഇതായിരിക്കണം കൊടുക്കേണ്ട വാല്യൂ. നമുക്ക് കിട്ടേണ്ട ആൻസർ ഈ കോമ്പോസിഷൻ ആൻസർ ആയിട്ട് കിട്ടേണ്ടത് എന്തൊക്കെ ആയിരിക്കണം? ഇതിന്റെ ഡൊമൈനും ഇതിന്റെ റേഞ്ചും അല്ലേ? സോ എക്സിന്റെ വാല്യൂ കൊടുക്കേണ്ടത് ഈ സെറ്റിൽ നിന്നാണ്. റേഞ്ച് നമുക്ക് കിട്ടേണ്ട ആൻസർ എവിടുന്നാണ്? 7 11 15 ആണ്. നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന്. ആദ്യം ഞാൻ ജി കോമ്പോസിഷൻ എഫ് ഓഫ് 2 കാണുകയാണ്. ഫസ്റ്റ് വാല്യൂ G composition f of 2. Then by definition, G composition f of 2 is equal to G of f of 2. Definition അനുസരിച്ച് G composition f of 2 എന്ന് പറഞ്ഞാൽ G of f of 2 ആണ്. Is equal to G of f of 2 ന്റെ വാല്യൂ ഇവിടെ തന്നിട്ടുണ്ട്. f of 2 ന്റെ വാല്യൂ എത്രയാണ്? 3. സോ ചോദ്യം എന്തായിട്ട് മാറും? G of 3. G of 3 ഉം G of 4 ഉം എത്രയാണ്? 7 എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ G composition f of 2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 7 ആണ്. അടുത്തതിലേക്ക് പോകാം. G composition f of 3 is equal to G of f of 3 is equal to G of f of 3 എന്ന് പറഞ്ഞാൽ 4 ആണ്. സോ G of 4 എന്ന് കിട്ടും. G of 4 എത്രയാണ്? 7 ആണ്. അടുത്ത വാല്യൂ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് G composition f of 4 അതായത് G of f of 4 is equal to G of f of 4 എന്ന് പറഞ്ഞാൽ 5 ആണ്. G of 5 എന്ന് പറഞ്ഞാൽ 11 ആണ്. അടുത്തത് G composition f of 5 എന്ന് പറഞ്ഞാൽ G of f of 5 ആണ്. എന്ന് പറഞ്ഞാൽ G of f of 5 എന്ന് പറഞ്ഞാൽ എത്രയാ? അത് 5 ആണ്. G of 5 എന്ന് പറഞ്ഞാൽ 11. സോ G composition നമ്മൾ കണ്ടുപിടിച്ചു. G composition കണ്ടോ? നമുക്ക് കിട്ടിയ ആൻസർ 7 ഉം 11 ആണ് കിട്ടിയത്. ആൻസർ എവിടെ വരാവൂ? 7 11 15 അല്ലേ വരത്തുള്ളൂ. സോ 7 11 ആണ് എനിക്കുള്ള ആൻസർ കിട്ടിയത്. ഇതാണ് ഈ ചോദ്യത്തിന്റെ ആൻസർ വരുന്നത്. ഓക്കെ, നമുക്ക് അടുത്തൊരു ചോദ്യം നോക്കാം. ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് ഇതാണ്. ഫൈൻഡ് G composition F ആൻഡ് F composition G. G composition F കണ്ടുപിടിക്കണം, F composition G കണ്ടുപിടിക്കണം. If F from R to R or G from R to R given by f of x is equal to cos x and g of x is equal to 3x square. Also show that G composition F not equal to F composition G. ഇത് കണ്ടുപിടിക്കണം. അതിനുശേഷം G composition F ഉം F composition G ഉം ഈക്വൽ എന്ന് പ്രൂവ് ചെയ്യും വേണം. അപ്പോൾ നോക്കിക്കോണം എങ്ങനെ ചെയ്യുന്നത്. ഞാൻ ആദ്യം F composition G ചെയ്യാൻ പോവാ. വേരിയബിൾ കൊടുക്കണം കേട്ടോ. F composition G of x is equal to f of G of x is equal to f of G of x എന്താണ്? 3x square. ഇനിയാണ് ശ്രദ്ധിച്ച് എഴുതേണ്ടത്. പല ആൾക്കാർക്കും ഡൗട്ട് വരുന്ന സ്റ്റെപ്പാണ്. f of x ആണെങ്കിൽ cos x. അതിന്റെ അർത്ഥം എന്തുവാ? f of ബ്രാക്കറ്റ് ഉള്ളത് എന്താണോ ആ ബ്രാക്കറ്റ് ഉള്ളത് cos കഴിഞ്ഞിട്ട് കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ f of 3x square എന്തായിരിക്കും? ബ്രാക്കറ്റിലുള്ള 3x square cos കഴിഞ്ഞിട്ട് കൊടുക്കണം. അപ്പൊ നമുക്ക് കിട്ടുന്ന ആൻസർ എന്താണ്? cos 3x square. പല ആൾക്കാർക്കും അത് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കുക. ശ്രദ്ധിച്ചിരുന്നത് മനസ്സിലാക്കുക. ഇനി G composition f of x എന്ന് പറഞ്ഞാൽ G of f of x അതായത് G of f of x എന്ന് പറഞ്ഞാൽ cos x. നമുക്ക് G of x നോക്കാം. G of x എന്ന് പറഞ്ഞാൽ 3x square. അതായത് G of x എന്ന് പറഞ്ഞാൽ ആദ്യം 3 എഴുതണം, പിന്നെ ബ്രാക്കറ്റിൽ ഉള്ളത് എന്താണോ അതിന്റെ സ്ക്വയർ കൊടുക്കണം. അപ്പൊ G of cos x എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ആദ്യം 3 എഴുതണം, പിന്നീട് ബ്രാക്കറ്റിൽ ഉള്ളത് എന്താണോ അതിന്റെ സ്ക്വയർ കൊടുക്കണം. 3 cos square x. അപ്പൊ f composition G കിട്ടിയത് cos 3x square. നമുക്ക് ഒറ്റൊരാളെ നമുക്ക് ബ്രാക്കറ്റ് എടുക്കാം. cos 3x square എന്നും G composition f of x കിട്ടിയത് 3 cos square x ആണ്. രണ്ടും ഈക്വൽ ആണോ? രണ്ടും ഈക്വൽ അല്ലല്ലോ. സോ വി ക്യാൻ റൈറ്റ് f composition G not equal to G composition F. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ആ ക്വസ്റ്റ്യനിലൂടെ തന്നെ നമ്മളൊരു ഡെഫിനിഷൻ പഠിക്കുകയാണ്. എന്താണ് ഇൻവെർട്ടിബിൾ ഫംഗ്ഷൻ? എന്താണ് പഠിക്കാൻ പോകുന്നത്? ഇൻവെർട്ടിബിൾ ഫംഗ്ഷൻ. ആ ഇൻവെർട്ടിബിൾ ഫംഗ്ഷൻ ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് എന്തായാലും ആ ക്വസ്റ്റ്യൻ നോക്കാം എന്താണെന്ന്. ക്വസ്റ്റ്യൻ പറയുന്നത് ഷോ ദാറ്റ് എഫ് ഫ്രം ആർ മൈനസ്, ഞാൻ വായിക്കുന്നത് ഞാൻ തീരത്തില്ല, അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ മാത്രം എഴുതാം. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത്
എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 3x + 4 ഡിവൈഡഡ് ബൈ 5x - 7 ആൻഡ് g ഓഫ് എക്സ് എന്ന് പറയുന്നത് 7x + 4 ഡിവൈഡഡ് ബൈ 5x - 3. ദെൻ നമുക്കിവിടെ പ്രൂവ് ചെയ്യേണ്ടത് എഫ് കോമ്പോസിഷൻ g ഈസ് ഈക്വൽ ടു ഐ എ എന്നും g കോമ്പോസിഷൻ എഫ് ഈസ് ഈക്വൽ ടു ഐ ബി എന്നും. ഇവിടെ ഐ എ എന്തുവാണ് ഐ ബി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഈ ഐ എ ഐ ബി എന്ന് പറഞ്ഞാൽ ഐഡന്റിറ്റി ഫംഗ്ഷൻ എന്നാണ് അർത്ഥം. അപ്പോൾ ഇത് ഐഡന്റിറ്റി ഫംഗ്ഷൻ കിട്ടുമെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. നോക്കിക്കൂടെ എങ്ങനെയാണ് ചെയ്യുന്നത്. ഇവിടെ എഫ് ഓഫ് എക്സും ജി ഓഫ് എക്സും ഉണ്ട്. നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യനിലൂടെ എങ്ങനെയാണ് ഒരു ഐഡന്റിറ്റി ഫംഗ്ഷൻ കണ്ടുപിടിക്കുക എന്നുള്ളതും അതോടൊപ്പം തന്നെ ഒരു ഇൻവേഴ്സ് എങ്ങനെയാണെന്നുള്ളതും ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് മനസ്സിലാവും. അപ്പോൾ നോക്കിക്കോ, ഇവിടെ നമുക്ക് എഫ് കോമ്പോസിഷൻ ജി ഈക്വൽ ടു ഐ എക്സ്, അതായത് എഫ് കോമ്പോസിഷൻ ജിയുടെ വേരിയബിൾ എക്സ് അല്ലേ. സോ നമ്മളിവിടെ എഫ് കോമ്പോസിഷൻ ജി ഓഫ് എക്സ് കണ്ടുപിടിക്കണം. ഞാൻ ഈ എഫ് കോമ്പോസിഷൻ ജി ഓഫ് എക്സ് ചെയ്യുമ്പോൾ എനിക്ക് ആൻസർ എക്സ് കിട്ടുകയാണെങ്കിൽ ഞാൻ എങ്ങനെ എഴുതി നിർത്തും? എഫ് കോമ്പോസിഷൻ ജി ഈസ് ഈക്വൽ ടു ഐ എഴുതി നിർത്തും. അതേപോലെ രണ്ടാമത് ഞാൻ ചെയ്യേണ്ടത് ജി കോമ്പോസിഷൻ എഫിന്റെ വേരിയബിൾ എന്താണ്? ആ വേരിയബിൾ നമ്മൾ ചിലപ്പോൾ y ഒക്കെ ആയിരിക്കും തന്നിരിക്കുന്നത്, ഇവിടെ എക്സ് ആണ്. അപ്പൊ ജി കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് എന്ന് എനിക്ക് കിട്ടുകയാണെങ്കിൽ ഞാൻ ആൻസർ എഴുതും ജി കോമ്പോസിഷൻ എഫ് ഈസ് ഈക്വൽ ടു ഐ ബി എന്ന് എഴുതും. ഓക്കെ, ഇവിടെ എ എന്നും ബി എന്നും പറഞ്ഞ സെറ്റിന്റെ പേര് തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ ഐ സഫിക്സ് ആയിട്ട് നിങ്ങൾ ഐ എന്ന് മാത്രം എഴുതിയാലും മതി. ഓക്കെ ആണല്ലോ. അപ്പൊ നമുക്കിത് പ്രൂവ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് നോക്കാം. എഫ് കോമ്പോസിഷൻ ജി ഓഫ് എക്സും ജി കോമ്പോസിഷൻ എഫ് ഓഫ് എക്സും രണ്ടും എക്സ് എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. നോക്കി എങ്ങനെ ചെയ്യുന്നത്? എഫ് കോമ്പോസിഷൻ ജി ഓഫ് എക്സ് നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. എഫ് കോമ്പോസിഷൻ ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് ജി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് ജി ഓഫ് എക്സ് എന്താന്ന് നോക്കേ. ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ 7x + 4 ഡിവൈഡഡ് ബൈ 5x - 3. ഇപ്പൊ എഫ് ഓഫ് 7x + 4 ഡിവൈഡഡ് ബൈ 5x - 3 ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതൊക്കെ എഫ് ഓഫ് എക്സ് ആണെങ്കിൽ 3x + 4 ഡിവൈഡഡ് ബൈ 5x - 7 അങ്ങനെ വായിച്ചാൽ നമുക്ക് ആൻസർ കിട്ടത്തില്ല. പിന്നെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഈ ബ്രാക്കറ്റിലുള്ള ടേം ആരാ? എക്സ് ആണല്ലോ. അപ്പൊ 3 ഇൻറ്റു ബ്രാക്കറ്റിലുള്ള ടേം +4 ഡിവൈഡഡ് ബൈ 5 ഇൻറ്റു ബ്രാക്കറ്റിലുള്ള ടേം -7 ആ രീതിയിൽ എഴുതിയത് നമുക്ക് ഇവിടെ കിട്ടും. അപ്പൊ ഇവിടെ നിന്ന് പറഞ്ഞത് എന്തുവാണെന്ന്? 3 ഇൻറ്റു ബ്രാക്കറ്റിലുള്ള ടേം 7x + 4 ഡിവൈഡ് ബൈ 5x - 3 +4 ഡിവൈഡഡ് ബൈ 5 ഇൻറ്റു ബ്രാക്കറ്റിലുള്ള ടേം 7x + 4 ഡിവൈഡഡ് ബൈ 5x - 3 -7. ഇതൊന്ന് സിംപ്ലിഫൈ നമുക്ക് എടുക്കാം. ആൻസർ എക്സ് കിട്ടുമോ നോക്കാം, ഐ കിട്ടുമോ നോക്കാം. ഓക്കെ, ഈ 3 കൊണ്ട് അതിന് മാത്രം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 21x + 12 ഡിവൈഡഡ് ബൈ 5x - 3 +4 ഡിവൈഡഡ് ബൈ 5 കൊണ്ട് അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 35x + 20 ഡിവൈഡഡ് ബൈ 5x - 3 -7. ഇതിനെ 4നെ 4/1 ഇട്ടും 7നെ 7/1 ഇട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ ഇവിടെ ക്രോസ് ചെയ്യുമ്പോൾ 21x + 12 പ്ലസ് ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 20x - 12 ഡിവൈഡഡ് ബൈ 5x - 3 ഹോൾ ഡിവൈഡഡ് ബൈ ഇവിടെ ക്രോസ് ചെയ്യുമ്പോൾ 35x + 20 -35x + 21 ഡിവൈഡഡ് ബൈ 5x - 3. ഇവിടെ 5x - 3 5x - 3 കട്ട് ചെയ്യാം, 12 കട്ട് ചെയ്യാം, 35x - 35x കട്ട് ചെയ്യാം. ബാക്കി മുകളിലോട്ട് എഴുതുകൊണ്ട് താഴെ ചിലപ്പോൾ കാണാൻ പറ്റത്തില്ല. 21x + 20x എന്ന് പറഞ്ഞാൽ 41x ഡിവൈഡഡ് ബൈ 20 + 21 41 കട്ടായപ്പോൾ ആൻസർ എക്സ് കിട്ടി. അപ്പൊ എഫ് കോമ്പോസിഷൻ ജി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് കിട്ടി. സോ വി ക്യാൻ റൈറ്റ് therefore എഫ് കോമ്പോസിഷൻ ജി ഈസ് ഈക്വൽ ടു ഐ. ഇതേപോലെ നമ്മൾ ജി കോമ്പോസിഷൻ എഫ് കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് കണ്ടുപിടിച്ച് നോക്കാം. ജി കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ജി ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ജി ഓഫ് 3x + 4 ഡിവൈഡഡ് ബൈ 5x - 7. ഇനി നമ്മൾ ആ ജി ഓഫ് എക്സ് എന്ന ഫംഗ്ഷൻ നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവാം. ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ 7x + 4 ഡിവൈഡഡ് ബൈ 5x - 3 ആണ്. കുറച്ചും കൂടെ ആഴത്തിൽ നമ്മൾ നോക്കി നമുക്ക് എന്ത് മനസ്സിലാവും? 7 ഇൻറ്റു ബ്രാക്കറ്റിലുള്ള ടേം
plus 4 divided by 5 into bracket ഉള്ള term minus 3. ആ രീതിയിൽ തന്നെ എക്സ്പ്ലെയിൻ ചെയ്തേ. 7 into bracket ഉള്ള 3x plus 4 divided by 5x minus 7 plus 4 divided by 5 into 3x plus 4 divided by 5x minus 7 minus 3. നേരത്തെ ഇതുപോലെ ആദ്യം നമുക്ക് 7 കൊണ്ട് ഔത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എത്ര കിട്ടുന്നേ? 21x plus 28 divided by 5x minus 7 plus 4 divided by ഇവിടെ എന്താ കിട്ടുന്നേ? 15x plus 20 divided by 5x minus 7 minus 3. ഇവിടെ 4നെ 4/1 എന്നും 3യെ 3/1 എന്നിട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. അവിടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 21x plus 28 plus 20x minus 28 divided by 5x minus 7 divided by 15x plus 20 minus 15x plus 21 divided by 5x minus 7. 5x minus 7 ഉം 5x minus 7 ഉം കട്ടായി പോയി. 28 ഉം minus 28 ഉം കട്ട് ചെയ്യാം. 15x ഉം minus 15x ഉം കട്ട് ചെയ്യാം. ബാക്കി മുകളിലത്തെ ടേമിലുള്ളത് 41x ഡിവൈഡ് ബൈ താഴെയുള്ളത് 41. 41 41 കട്ട് ചെയ്യുമ്പോൾ x കിട്ടും. അങ്ങനെ x കിട്ടുമ്പോൾ നമുക്ക് എന്ത് പറയാം? G composite f is equal to I എന്ന് പറയാം. അപ്പോൾ ഇങ്ങനെയാണ് ഒരു ഫംഗ്ഷന് ഇൻവേഴ്സ് ഉണ്ട് എന്ന് പ്രൂവ് ചെയ്യാൻ പറഞ്ഞ് നമ്മൾ ഇങ്ങനെ ചെയ്ത് കാണിക്കണം. f composite g of x equal to x, g composite f of x equal to x കിട്ടുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ആ ഫംഗ്ഷൻ ഇൻവേഴ്സ് ഉണ്ടെന്ന്. ഇനി ആ ഇൻവേഴ്സ് എങ്ങനെ കണ്ടുപിടിക്കുന്നു പറയാം? f composition g, ഓക്കെ, f composition g of x ചെയ്തപ്പോൾ എനിക്ക് ആൻസർ x കിട്ടിയെങ്കിൽ f ന്റെ ഇൻവേഴ്സ് ആണ് g. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ f composite g of x ചെയ്തപ്പോൾ എനിക്ക് ആൻസർ എന്ത് കിട്ടി? x കിട്ടി. സോ നമുക്ക് എഴുതാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് f ഇൻവേഴ്സ് x, f ന്റെ ഇൻവേഴ്സ് എന്ന് പറയുന്നത് ആരാണ്? g അല്ലേ? അപ്പോൾ g എന്ന് പറഞ്ഞാൽ എന്തുവാ? 7x plus 4 divided by 5x minus 3. അപ്പോൾ f of x ന്റെ ഇൻവേഴ്സ് ആണ് ഇത്. ഇത് തിരിച്ച് g composite f of x equal to I, x കിട്ടിയിട്ടുള്ളതുകൊണ്ട് നമുക്ക് പറയാം g composite f of x ഇൻവേഴ്സ് എന്ന് പറയുന്നത് ആരാണ്? f എടുത്തപ്പോഴല്ലേ x കിട്ടിയത്? f of x ആണ്. സോ g ഇൻവേഴ്സ് of x എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3x plus 4 divided by 5x minus 7. ഇങ്ങനെയാണ് ഇൻവേഴ്സ് കണ്ടുപിടിക്കുന്നത്. എവിടെ റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസിൽ ഇൻവേർട്ടിബിൾ ആണെന്ന് പ്രൂവ് ചെയ്യുന്നതും ഇൻവേഴ്സ് കണ്ടുപിടിക്കുന്നതും. ഓക്കെ ആണല്ലോ? അടുത്ത ചോദ്യം നോക്കാം. 18ാമത്തെ എക്സാമ്പിൾ 18 ആണ്. ഷോ ദാറ്റ് f from a to b and g from b to c are 1 1. Then g composition f from a to c is also 1 1. അതായത് ഇപ്പൊ രണ്ട് ഫംഗ്ഷൻ f എന്ന് പറയുന്നത് 1 1 ആണ്, g എന്ന് പറയുന്നത് 1 1 ആണ്. അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടും കോമ്പോസിഷൻ ആയ g composition f എന്താണെന്ന് പ്രൂവ് ചെയ്യണം? 1 1 ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പൊ നോക്കിക്കോളാം എങ്ങനെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെ 1 1 നമ്മൾ പ്രൂവ് ചെയ്യുന്ന സ്റ്റെപ്പ് ഓർമ്മയുണ്ടോ? f of x1 equal to f of x2 അതിട്ടാ ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഇതാണ് 1 1 ആണോ അറിയേണ്ടത്. അപ്പൊ എന്ത് നമ്മൾ കൊടുക്കും? g composition f of x1 is equal to g composition f of x2. അതായത് f of x1 equal to f of x2 പോലെ തന്നെ f ന് പകരം ആ കോമ്പോസിറ്റ് ഇട്ട് കൊടുത്തു, അത്രേ ഉള്ളൂ. ഇനി നമുക്ക് ഡെഫിനിഷൻ കൊടുക്കാം. അപ്പൊ എന്ത് കിട്ടും? g of f of x1 is equal to g of f of x2. രണ്ടിലെ g കളയാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? f of x1 is equal to f of x2. രണ്ട് സൈഡ് f കളയാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? x1 equal to x2. എങ്ങനെ ഇവിടെ g കളഞ്ഞത് f കളഞ്ഞെന്ന് അറിയാമോ? എങ്ങനെ g f കളഞ്ഞേ? കളയാൻ കാരണം f 1 1 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. f 1 1 ആണെങ്കിൽ f of x1 is equal to f of x2 ആയിരിക്കും. f of x1 equal to f of x2 ആണെങ്കിൽ x1 equal to x2 ആയിരിക്കും. അതുകൊണ്ടാണ് ഇവിടുന്ന് f കളഞ്ഞത്.
ഇനി g of f of x1 equal to g of f of x2 എങ്ങനെയാണ് f of x1 equal to f of x2 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ g of y1 equal to g of y2 ആണെങ്കിൽ y1 equal to y2 ആണ്. കാരണം g എന്നുള്ള ഫംഗ്ഷൻ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട് 1 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ g യുടെ ബ്രാക്കറ്റിൽ വന്നിരിക്കുന്നത് y1 അല്ല, പകരം f of x1 ആണെന്നേ ഉള്ളൂ. അപ്പോൾ g of f of x1 equal to g of f of x2, f of x1 equal to f of x2 ആണ്. കാരണം ഇവിടെ നമ്മൾ എഴുതണം. കാരണം എന്താണ്? സിൻസ് g is 1 ഇനി ഇവിടെ സിൻസ് f is 1 x1 equal to x2 എന്ന് എഴുതി. അടുത്ത ചോദ്യം നോക്കാം. ഇത് നമുക്ക് പ്രൂവ് ചെയ്യണ്ടേ? x1 equal to x2 എന്ന് കിട്ടിയില്ലയോ? അപ്പോൾ എന്തായിട്ട് മാറി? 1 ആയിട്ട് മാറി. അത് 19 ഇതേപോലെ തന്നെ എഫും ജിയും 1 ആണെങ്കിൽ ജി കോമ്പോസിന് എഫും 1 ആണെന്ന് ചെയ്യാനാണ്. അത് ടെക്സ്റ്റ് കിട്ടുമ്പോൾ ചെയ്ത് നോക്കുക. നമുക്ക് അതിലേക്ക് കുറച്ച് മാറി നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനിലേക്ക് പോവാം. ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ് കുറച്ച് അതിനകത്ത് കിടക്കുന്നത്. ഓക്കെ, എക്സാമ്പിൾ 23 കുഴപ്പമില്ല. നമ്മൾ എക്സസൈസിനകത്ത് ഈ മോഡൽ ചെയ്യുന്നുണ്ട്. 25 ചെയ്യാം. 25 example 25 പറയുന്നത് ഇതാണ്. f from n to r be a function defined as f of x is equal to 4x square plus 12x plus 15. Show that f from n to s where s is the range of f is invertible. Find the inverse of f. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഈ ഫംഗ്ഷൻ എന്താണെന്ന് പ്രൂവ് ചെയ്യണം. ഇത് ഇൻവേർട്ടിബിൾ ആണെന്നും ഇൻവേഴ്സ് കണ്ടുപിടിക്കുകയും വേണം. ഇൻവേർട്ടിബിൾ ആണെന്ന് തെളിയിക്കുകയും വേണം, ഇൻവേഴ്സ് കണ്ടുപിടിക്കുകയും വേണം. അപ്പോൾ നോക്കിക്കോണം എങ്ങനെ ചെയ്യുന്നത്. നമുക്ക് നേരത്തെ ഇൻവേഴ്സ് ആണെന്ന് കണ്ടുപിടിക്കാനുള്ള ചോദ്യത്തിൽ എഫും ജിയും തന്നിട്ടുണ്ടായിരുന്നു. എഫിന് ഇൻവേഴ്സ് ആയിട്ടുള്ള ജി അവിടെ തന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ തന്നിട്ടില്ല. നമ്മളപ്പോൾ ആദ്യമേ ചെയ്യേണ്ടത് ഇവിടെ ഇൻവേഴ്സ് കണ്ടുപിടിക്കും. ആദ്യമേ ഇതിൻ്റെ ഇൻവേഴ്സ് കണ്ടുപിടിച്ചിട്ട് അത് രണ്ടും കൂടെ ചേരുമ്പോൾ നമുക്ക് എക്സ്, അതായത് എഫ് കോമ്പോസും ജി ചെയ്യുമ്പോൾ എക്സ് കിട്ടും. ഐ ആണ് കിട്ടുന്നതെന്ന് വെരിഫൈ ചെയ്ത് കാണിച്ചു കൊടുക്കണം. ഓക്കെ, അപ്പോൾ നോക്കി എങ്ങനെ ചെയ്യുന്നത്. ഇവിടെ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 4x സ്ക്വയർ പ്ലസ് 12x പ്ലസ് 15 ഉണ്ട്. ഇതിന്റെ ഇൻവേഴ്സ് കാണാനായിട്ട് ഞാൻ ഇതിന് ഇങ്ങനെ എഴുതുന്നു. y ഈസ് ഈക്വൽ ടു 4x സ്ക്വയർ പ്ലസ് 12x പ്ലസ് 15. ഇവിടെ നിന്ന് ഞാൻ എക്സിന്റെ വാല്യൂ, ഏത് ക്വസ്റ്റ്യൻ ആയാലും അങ്ങനെയാണ്, എഫ് ഓഫ് എക്സിന് വരും y എന്ന് കൊടുത്തിട്ട് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കുക. അപ്പോൾ ഇവിടെ എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതുന്നു. നോക്കണേ, y ഈസ് ഈക്വൽ ടു ഈ 4x സ്ക്വയറിനെ 2x ദ ഹോൾ സ്ക്വയർ എഴുതി. ശരിയാണോ? അതായത് എ സ്ക്വയർ. എ സ്ക്വയറിന്റെ കൂടെ ഒരു 2ab ഒരു ബി സ്ക്വയർ കൂടെ വരുവാണെങ്കിൽ അത് എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ആക്കി മാറ്റാം. അപ്പൊ ആ ഫോമിലേക്ക് ഞാൻ മാറ്റാൻ പോകും. അതിന് 2x ദ ഹോൾ സ്ക്വയർ പ്ലസ് 2ab എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു എ ഇൻറ്റു ബി ആണ്. നമുക്ക് ഈ ഒരു ഞാൻ എഴുതിയ അനുസരിച്ച് എയുടെ വാല്യൂ 2x ആണ്. അപ്പൊ ഞാൻ ഈ 12xനെ 2 ഇൻറ്റു 2x ഇൻറ്റു 2 ഇൻറ്റു 2x 4x ആയി. യഥാർത്ഥത്തിൽ ഇവിടെ 12x ആണുള്ളത്. ഇൻറ്റു 3 എന്ന് എഴുതി. അപ്പൊ ഇത് എ, ഇത് എ ബി. അപ്പൊ എ സ്ക്വയർ പ്ലസ് 2ab ആയി. പ്ലസ് ബി സ്ക്വയർ ആണ് വരേണ്ടത്. ഇപ്പൊ ഇവിടെ ബിയുടെ വാല്യൂ 3 എന്ന് കിട്ടിയല്ലോ. അപ്പൊ പ്ലസ് ഇവിടെ 3 സ്ക്വയർ, അതായത് 9 ആണ് വരേണ്ടത്. 3 സ്ക്വയർ ആണ് ഇവിടെ വരേണ്ടത്. അങ്ങനെ ചുമ്മാ ഒരു 3 സ്ക്വയർ ഞാൻ ഇട്ട് കൊടുക്കാൻ പറ്റുമോ? എനിക്കൊരു എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ഫോം ആക്കണമെന്ന് പറഞ്ഞുകൊണ്ട് എനിക്കൊരു 3 സ്ക്വയർ ചുമ്മാ ഇട്ട് കൊടുക്കാൻ പറ്റത്തില്ല. വിലയ്ക്ക് വ്യത്യാസം വരും. അത് പരിഹരിക്കാനായിട്ട് ഒരു -3 സ്ക്വയർ ഞാൻ കൊടുക്കുന്നു. ചോദ്യത്തിൽ ഒരു പ്ലസ് 15 ഉണ്ട്, അതോടെ ഫിറ്റ് ചെയ്യുന്നു. അപ്പൊ ഇവിടെ ചെയ്തത് എന്തുവാ? ഇതിനെ ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആക്കി മാറ്റിയതാണ്. 4x സ്ക്വയറിനെ 2x ദ ഹോൾ സ്ക്വയർ നേടി അതിനെ എ ആയിട്ട് മാറ്റി. സെക്കൻഡ് 12xനെ 2ab ആക്കി മാറ്റണം. അതിന് 2 ഇൻറ്റു നമ്മുടെ എയുടെ വാല്യൂ കൊടുത്തപ്പോൾ 2x കൊടുത്തപ്പോൾ 4x ആയുള്ളൂ. 12x ആക്കാൻ വേണ്ടി ഒരു 3 കൂടെ കൊടുത്തു. പ്ലസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ 3 സ്ക്വയർ ഞാൻ ഇട്ട് കൊടുത്തു. അവ 3 സ്ക്വയർ ഞാൻ അവിടെ എക്സ്ട്രാ ഇട്ട് കൊടുത്തതാണ്. വാല്യൂ ചേഞ്ച് ചെയ്യിക്കാൻ വേണ്ടി ഒരു -3 സ്ക്വയർ കൊടുത്തു. ചോദ്യത്തിൽ ഒരു 15 ഉണ്ട്, അതും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അങ്ങനെയാണെങ്കിൽ y ഈസ് ഈക്വൽ ടു ഇത്രയും ആൾക്കാരെ ചേർത്ത് നമുക്ക് എന്ത് എഴുതാം? 2x പ്ലസ് 3 ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. -9 പ്ലസ് 15. അതായത് y ഈസ് ഈക്വൽ ടു 2x പ്ലസ് 3 ദ ഹോൾ സ്ക്വയർ മൈനസ് പ്ലസ് 6. ഇവിടെ എക്സിന്റെ വാല്യൂ കാണാൻ പോവാന്നേ, നോക്കിക്കോ. 2x പ്ലസ് 3 ദ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു y മൈനസ് 6. അങ്ങനെയാണെങ്കിൽ 2x പ്ലസ് 3 ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് y മൈനസ് 6. ഇത് 2x പ്ലസ് 3 ആണ്. അങ്ങനെയാണെങ്കിൽ 2x എന്ന് പറയുന്നത് റൂട്ട് ഓഫ് y മൈനസ് 6 മൈനസ് 3. അങ്ങനെയാണെങ്കിൽ
എക്സ് എന്ന് പറയുന്നത് റൂട്ട് ഓഫ് y മൈനസ് 6 മൈനസ് 3 ഡിവൈഡഡ് ബൈ 2. അപ്പൊ ഞാൻ ഇവിടെ എക്സ് കണ്ടുപിടിച്ചു. നിങ്ങൾ ഇതിനെ കണ്ടുപിടിച്ചെടുക്കുന്ന ചോദ്യങ്ങളിൽ തീർച്ചയായിട്ടും കിട്ടുന്ന ആൻസർ ഇൻ ടേംസ് ഓഫ് y ആയിരിക്കും. അതായത് ഈ സംഭവം എന്ന് പറയുന്നത് എ ഫംഗ്ഷൻ ഓഫ് y, g ഓഫ് y എന്ന് പറയുന്നത്, g ന് ഞാൻ പേര് കൊടുത്തു, അവിടെ y ആണ് വേരിയബിൾസ്, പറഞ്ഞാൽ g ഓഫ് y എന്ന് എഴുതി. y മൈനസ് 6 മൈനസ് 3 ഡിവൈഡ് ബൈ 2 ഇതായിരിക്കും തീർച്ചയായിട്ടും. ഇത് തന്നെയാണ് ഇതിന്റെ ഇൻവേഴ്സ്. ഇനി നമ്മളത് ഇൻവേഴ്സ് ആണെന്ന് പ്രൂവ് ചെയ്യുന്നത് വേണം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? അപ്പൊ g ഓഫ് y ഞാൻ കണ്ടുപിടിച്ചു. ഇനി ഞാൻ ഇതിന്റെ ഇൻവേഴ്സ് ആണ് ഇതെന്ന് പ്രൂവ് ചെയ്യാൻ പോവുക. അപ്പൊ ആദ്യം ഞാൻ എഫ് കോമ്പോസിഷൻ g കണ്ടുപിടിക്കുന്നു. ശ്രദ്ധിച്ചോണേ, ഇവിടെ എഫ് കോമ്പോസിഷൻ g ഓഫ് എക്സ് ആണോ എഫ് കോമ്പോസിഷൻ g ഓഫ് y ആണോ? ഇപ്പൊ രണ്ടാം വരുന്ന g ആണ്. ജിയുടെ വേരിയബിൾ നോക്കുക, ജിയുടെ വേരിയബിൾ y ആണ്. സോ ഞാൻ ഇവിടെ കണ്ടുപിടിക്കാൻ പോകുന്ന എഫ് കോമ്പോസിഷൻ g ഓഫ് y ആണ്. അപ്പൊ ഈ എഫ് കോമ്പോസിഷൻ g ഓഫ് y ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ എന്തായിരിക്കണം? y ആയിരിക്കണം കിട്ടേണ്ടത്. അപ്പൊ നമുക്ക് ചെയ്ത് നോക്കാം. എഫ് കോമ്പോസിഷൻ g ഓഫ് y ഈസ് ഈക്വൽ ടു എഫ് ഓഫ് g ഓഫ് y ഈസ് ഈക്വൽ ടു എഫ് ഓഫ് g ഓഫ് y എന്ന് പറഞ്ഞാൽ ആരാണ്? ഇത് റൂട്ട് y മൈനസ് 6 മൈനസ് 3 ദ ഹോൾ ഡിവൈഡഡ് ബൈ 2. ശ്രദ്ധിച്ച് ചെയ്യേണ്ട കാര്യമാണ്. ഇതിലിട്ട് കൊടുക്കരുത്. ഇതിലിട്ട് കൊടുത്താൽ അത് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇത് നമ്മളൊരു എഫ് ഓഫ് എക്സ് ചെറുതാക്കിയാണല്ലോ സ്റ്റെപ്പ്. ഇത് ചെറുതായിട്ട് എഴുതുവാണേ. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 2x പ്ലസ് 3 ദ ഹോൾ സ്ക്വയർ പ്ലസ് 6 ആണ്. അപ്പൊ നമുക്കൊന്ന് നല്ല ആഴത്തിലിറങ്ങി അതിനെ കുറിച്ചൊന്ന് ഡിഫൈൻ ചെയ്യാം. എന്തോ ഈ ഫംഗ്ഷന്റെ പ്രത്യേകത? എഫ് ഓഫ് എക്സ് ആണെങ്കിൽ 2 ഇൻറ്റു ബ്രാക്കറ്റിലുള്ള ടേം പ്ലസ് 3 ദ ഹോൾ സ്ക്വയർ പ്ലസ് 6. അതൊന്ന് ഡിഫൈൻ ചെയ്ത് ഇവിടെ. അപ്പൊ ഇവിടെ 2 ഇൻറ്റു ബ്രാക്കറ്റിലുള്ള ടേം റൂട്ട് y മൈനസ് 6 മൈനസ് 3 ഡിവൈഡ് ബൈ 2. 2 ഇൻറ്റു ബ്രാക്കറ്റിലുള്ള ടേം പ്ലസ് 3 ദ ഹോൾ സ്ക്വയർ പ്ലസ് 6. ഡെഫിനിഷൻ കൊടുത്തു. കൊടുക്കുമ്പോഴേ നമുക്ക് ഇവിടെ 2 2 കട്ടായി പോകും. ബാക്കി ഇവിടെ ഉള്ളത് റൂട്ട് y മൈനസ് 6 മൈനസ് 3 പ്ലസ് 3 ദ ഹോൾ സ്ക്വയർ പ്ലസ് 6. ഈ മൈനസ് 3 പ്ലസ് 3 കട്ടായി പോകും. ബാക്കിയുള്ളത് റൂട്ട് y മൈനസ് 6ന്റെ സ്ക്വയർ. റൂട്ട് y മൈനസ് 6ന്റെ സ്ക്വയർ y മൈനസ് 6 പുറത്തൊരു പ്ലസ് 6. പ്ലസ് 6 മൈനസ് 6 കട്ടായി പോകും. y കിട്ടും. ദാറ്റ് ഈസ് എഫ് കോമ്പോസിഷൻ g ഈസ് ഈക്വൽ ടു i. തിരിച്ചിന് എന്ത് കാണിക്കണം? g കോമ്പോസിഷൻ f എന്ന് പറയുന്നതും i ആണെന്ന് കാണിക്കണം. അടുത്ത g കോമ്പോസിഷൻ f നമുക്ക് ചെയ്യാം. g കോമ്പോസിഷൻ f ഓഫ് x ആണ്. വേരിയബിൾ x അല്ലയോ? അതായത് g ഓഫ് f ഓഫ് x. That means g of f of x ഈ ഇക്വേഷൻ ആണ്. ഇതെടുത്ത് ചെയ്യല്ലേ? അപ്പൊ 2x plus 3 the whole square plus 6. അപ്പോൾ എങ്ങനെ എഴുതാം? g of 2x plus 3 the whole square plus 6 എങ്ങനെ എഴുതാം? g of y ആണെങ്കിൽ റൂട്ട് y മൈനസ് 6 മൈനസ് 3 ഡിവൈഡ് ബൈ 2. അതായത് g of ഒരു സാധനം വരുവാണെങ്കിൽ റൂട്ട് ആദ്യം റൂട്ട് എഴുതണം, ആ ബ്രാക്കറ്റിലുള്ള ടൈം എഴുതണം, മൈനസ് 6 കൊടുക്കണം, റൂട്ടിന് പുറത്തൊരു മൈനസ് 3 എടുക്കണം, ബൈ 2 കൊടുക്കണം. അപ്പൊ ഇവിടെ എങ്ങനെയാണ് നമ്മൾ എഴുതേണ്ടത്? ആദ്യം റൂട്ട് കൊടുക്കുക, റൂട്ടിനകത്ത് ബ്രാക്കറ്റിലുള്ള സാധനം എടുക്കുക. ബ്രാക്കറ്റിലുള്ള സാധനം 2x plus 3 the whole square plus 6 കൊടുത്തു. ബ്രാക്കറ്റിലുള്ള സാധനം കൊടുത്തു കഴിഞ്ഞിട്ട് മൈനസ് 6 റൂട്ടിനകത്ത് തന്നെ കൊടുക്കുക. റൂട്ടിന് വെളിയിൽ ഒരു മൈനസ് 3 കൊടുക്കണം, ഹോൾ ഡിവൈഡ് ബൈ 2 കൊടുക്കണം. ഇവിടെ പ്ലസ് 6 മൈനസ് 6 കട്ടായി പോകുമല്ലോ. ബാക്കിയുള്ളത് റൂട്ട് 2x plus 3 the whole square. റൂട്ടും സ്ക്വയറും കൂടെ ക്യാൻസൽ ആയിട്ട് 2x plus 3. അവിടെ ഒരു മൈനസ് 3 ഉണ്ട്, ഡിവൈഡ് ബൈ 2. പ്ലസ് 3 മൈനസ് 3 കട്ടായി പോകും. 2x divided by 2 is equal to x. That is, ഇവിടെ നമുക്ക് എന്ത് കിട്ടി? g composition f of x equal to, അതായത് g composition f എന്ന് പറയുന്നത് എന്തെന്ന് കിട്ടി? i എന്ന് കിട്ടി. അപ്പൊ f composition g ഉം i ആണ്, g composition f ഉം i ആണ്. സോ നമ്മൾ ചെയ്ത രീതി എല്ലാം കറക്റ്റ് ആണ്. ഇത് ഇൻവേഴ്സ് തന്നെയാണ്. അപ്പൊ നമുക്ക് ഏറ്റവും അവസാനം ഇൻവേഴ്സ് എഴുതണമല്ലോ. ഏറ്റവും അവസാനം നമ്മൾ എഴുതുന്നതാണ് therefore f is invertible and the inverse of f is given by f inverse x equal to, f inverse എഴുതാൻ പോവാ. നമുക്കറിയാം f inverse ഈ ടൈം ആണ്, റൂട്ട് y മൈനസ് 6 മൈനസ് 3 ബൈ 2. പക്ഷെ ഞാൻ f inverse of x എന്നാണ് എഴുതിയിരിക്കുന്നത്. കാരണം ഇപ്പൊ ക്വസ്റ്റ്യൻ x ആണെങ്കിൽ ആൻസർ x തന്നെ വരണം. സോ ഇൻ ടേംസ് ഓഫ് x ഇല്ലെന്ന് പറഞ്ഞാൽ മതി. സോ ഹിയർ ദി ഇൻവേഴ്സ് ഓഫ് f ഈസ് റൂട്ട് ഓഫ് x മൈനസ് 6 മൈനസ് 3 ഡിവൈഡഡ് ബൈ 2. ഇതാണ് ഇതിന്റെ സ്റ്റെപ്പ്. കുറച്ച് ചെയ്യാനായിട്ടുണ്ട് കേട്ടോ. ഓക്കെ,
നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ചോദ്യം ഇതാണ്. കൺസിഡർ എഫ് ഫ്രം n to n and g from n to n and h from n to r defined as f of x equal to 2x, f of x equal to 2x, g of y is equal to 3y plus 4 and h of z is equal to sin z. Show that h composition g composition f is equal to h composition g composition f. നമ്മൾ പഠിച്ചിട്ടുള്ള ഈ അസോസിയേറ്റീവ് ലോ മോഡലാണിത്. ഇത് പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കൊന്ന് ചെയ്ത് നോക്കാം അല്ലേ. നിങ്ങൾ ഇതേപോലെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരും. അപ്പൊ നിങ്ങൾ എക്സിറ്റ് ഉള്ളതൊക്കെ ചെയ്താൽ മതി. രണ്ട് സൈഡ് ഞാൻ സെപ്പറേറ്റ് ചെയ്യാം. ആദ്യം ഈ സൈഡ് ചെയ്യാം. പറഞ്ഞിട്ട് കിട്ടുന്ന h composition g composition f of x കണ്ടുപിടിക്കാൻ പോവാം. ആദ്യം നമുക്ക് ഡെഫിനിഷൻ കൊടുക്കാം അല്ലേ. ആദ്യം ഈ കോമ്പോസിഷൻ മാറ്റുക. അപ്പൊ എനിക്ക് എന്ത് കിട്ടും? h of g composition f of x എന്ന് പറഞ്ഞാൽ എന്താണ്? h of g of f of x. കോമ്പോസിഷൻ മാറി ഓഫ് എന്ന് വരും. ഇനി വാല്യൂ എടുത്താൽ മതി. അതായത് h of g of f of x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2x ആണ്. അതായത് h of g of 2x, g of y ആണെങ്കിൽ 3y plus 4. അതായത് 3 into bracket term plus 4. അപ്പൊ ഇവിടെ എന്ത് വരും? 3 into bracket term plus 4 is equal to h of 3 into x 6x അല്ലേ? 6x plus 4. h of z ആണെങ്കിൽ sin കഴിഞ്ഞിട്ട് z കൊടുക്കണം. അപ്പൊ h of 6x plus 4 ആണെങ്കിൽ sin കഴിഞ്ഞിട്ട് 6x plus 4 കൊടുക്കണം. sin 6x plus 4. ഈ സെയിം ആൻസർ തന്നെ നിങ്ങൾക്ക് റൈറ്റ് സൈഡിലെ h composition g composition f ചെയ്യുമ്പോഴും കിട്ടണം. അപ്പൊ നോക്കാമല്ലോ. h composition g of f of x ഞാൻ കൊടുക്കാൻ പോവാ. അപ്പൊ എന്തായിട്ട് മാറുന്നത്? h composition g of f of x. ഇത് എങ്ങനെ മാറ്റി എഴുതാം? h of g of f of x. സെയിം നേരത്തെ സമ്പ്രദായം കിട്ടിയില്ലേ? അത് ചെയ്ത് വരുമ്പോൾ നമ്മൾ ചെയ്ത് നോക്കിയാൽ ചെയ്ത് വരുമ്പോൾ sin 6x plus 4 തന്നെ കിട്ടും. അപ്പോൾ ഇതിന് ഇക്വേഷൻ 1 ഇൻ ഇക്വേഷൻ 2 നടക്കുമ്പോൾ ഫ്രം 1 and 2 the right side are equal, so the LHS are also equal എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങളുടെ ആൻസർ കിട്ടും. ഓക്കെ, ഒരു മോഡലും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാ ഫംഗ്ഷൻസിലെല്ലാം മോഡലാവും. പിന്നെ നമുക്ക് അതിന്റെ എക്സസൈസ് ചെയ്താൽ മതി. ആ ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. എക്സാമ്പിൾ 28 ആണ്. Let S equal to set 1 2 3. S എന്ന് പറയുന്നത് സെറ്റ് 1 2 3 ആണ്. Find f inverse if it exists. ഇവിടെ നമ്മൾ f inverse കണ്ടുപിടിക്കണം. ഉണ്ടെങ്കിൽ if it exists. എല്ലാ ആൾക്കാർക്കും ഞാൻ പറയാൻ വിട്ടു, എല്ലാ ആൾക്കാർക്കും ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്തില്ല. ഒരു ഫംഗ്ഷൻ ഇൻവേഴ്സ് ഉണ്ടായിരിക്കണമെങ്കിൽ there should be both 1 1 and 1 2. ഒരു ഫംഗ്ഷൻ 1 1 ഉം 1 2 അതായത് ബൈജക്റ്റീവ് ആണെങ്കിൽ മാത്രമേ അതിന് എന്ത് കാണത്തുള്ളൂ? അതിന് ഇൻവേഴ്സ് കാണത്തുള്ളൂ. ആ കാര്യം ഓർത്ത് വെച്ചേക്കണം കേട്ടോ. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ പറയുകയാണ്. ഒന്നാം ചോദ്യം ഇതാണ്. f is equal to set 1 1 2 2 3 3. ഓക്കെ, ഈ ഫംഗ്ഷൻ ഇൻവേഴ്സ് ഉണ്ടോ? 1 1 2 2 3 3. എങ്ങനെ നമ്മൾ ചെക്ക് ചെയ്യുന്നത്? ഇത് 1 1 ആണോ നോക്കണം. ഇത് 1 1 ആണോ? ഒരാൾക്ക് ഒരെണ്ണം എന്ന രീതിയിലാണ് വരുന്നത്. അതായത് സെക്കൻഡ് എലമെന്റ് റിപ്പീറ്റ് ചെയ്ത് നോക്കണം. സെക്കൻഡ് ഇവിടെ 1 ഇവിടെ 2 ഇവിടെ 3. സെക്കൻഡ് എലമെന്റ് റിപ്പീറ്റ് ചെയ്തിട്ടില്ല, സോ ഇത് 1 1 ആണ്. 1 2 ആണോ? 1 2 ആണ്. കാരണം എന്തുവാ? ഈ ക്വസ്റ്റ്യൻ S to S ആണ്. 1 2 3 എന്ന് 1 2 3 ലേക്കാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അതായത് സെക്കൻഡ് സെറ്റിൽ 1 2 3 ആണ് വന്നിരിക്കുന്നത്. അതിൽ 1 റിലേഷൻ ഉണ്ട്. സെക്കൻഡ് സെറ്റിൽ എല്ലാവർക്കും റിലേഷൻ ഇല്ലയോ? 1 റിലേഷൻ ഉണ്ട്, 2 റിലേഷൻ ഉണ്ട്, 3 റിലേഷൻ ഉണ്ട്. സോ ഇത് 1 1 ആണ്, 1 2 ആണ്. സോ ഇറ്റ് ഈസ് ഇൻവെർട്ടിബിൾ. ഇനി ഇങ്ങനെ ഒരു ഓർഡർ പേര് തന്നിട്ടുണ്ടെങ്കിൽ ഇത് ഇൻവേഴ്സ് ആണ്. വളരെ എളുപ്പമാണ്. f ഇൻവേഴ്സ് ഈക്വൽ ടു സെറ്റ്. ഈ ഓർഡർ പേര് തിരിച്ചിട്ടാൽ മതി. ഇപ്പൊ എ ബി ആണെങ്കിൽ ബി ആക്കി കൊടുത്താൽ മതി. പക്ഷെ ഇവിടെ എല്ലാം സെയിം ആയതുകൊണ്ട് 1 1 തിരിച്ചിടുമ്പോൾ 1 1 കിട്ടും, 2 2 തിരിച്ചിടുമ്പോൾ 2 2 കിട്ടും, 3 3 തിരിച്ചിടുമ്പോൾ 3 3 കിട്ടും. സോ ഇവിടുത്തെ f ഇൻവേഴ്സിൽ എന്ത് തന്നെയാണ്? f തന്നെയാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. രണ്ടാമത്തെ ചോദ്യം പറഞ്ഞിരിക്കുന്നത് f is equal to set 1 2 2 1 3 1. ഇത് 1 1 അല്ല, കാരണം 2ന്റെ ഇമേജും 1 ആണ്, 3യുടെ ഇമേജും 1 ആണ്. സോ ഇറ്റ് ഈസ് നോട്ട് 1 1. ഇത് 1 1 അല്ലാത്തത് കൊണ്ട് തന്നെ ഇൻവേഴ്സ് ഡസ് നോട്ട് എക്സിസ്റ്റ്. ഇറ്റ് ഈസ് നോട്ട് ഇൻവെർട്ടിബിൾ. ഇത് എന്തല്ല? ഇൻവെർട്ടിബിൾ അല്ല. ഇൻവെർട്ടിബിൾ അല്ലെങ്കിൽ പിന്നെ ഇൻവേഴ്സ് കണ്ടുപിടിക്കേണ്ട കാര്യമില്ലല്ലോ. മൂന്നാമത്തെ ചോദ്യം
F is equal to set 1 3 3 2 2 1. ഓക്കെ, എന്താ പ്രത്യേകത? സെക്കൻഡ് എലമെന്റ് റിപ്പീറ്റ് ചെയ്തിട്ടില്ല. ഇവിടെ 3, ഇവിടെ 2, ഇവിടെ 1. സോ ഇത് 1 1 ആണ്. ഈ സെക്കൻഡ് സെറ്റിലെ 1 ഉം 2 ഉം 3 ക്കും റിലേഷൻ ഉണ്ട്. സോ ഇത് 1 2 ആണ്. 1 1 1 2 ആണെങ്കിൽ ഇറ്റ് ഈസ് ഇൻവെർട്ടിബിൾ ആൻഡ് ഇൻവേഴ്സ് ഈസ് ഗിവൺ ബൈ F inverse equal to set 5 1 2 3 1 2. ഇതാണ് ഫംഗ്ഷന്റെ. ഓക്കെ.